എന്ത് രസമല്ലേ ഈ വീടൊക്കെ കാണാൻ. നമുക്ക് ഇതുപോലൊരു വീട് കിട്ടിയ സെറ്റ്. 12,000 രൂപ ഇതുപോലത്തെ വീട് നിനക്കെന്താ വട്ട? റോട്ടിലൊക്കെ ഫുൾ ആളാണല്ലോ, എല്ലാവരും പുറത്തിറങ്ങിയ. നമ്മളെ പോലെ വീട് കിട്ടാത്തവരായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ആ ബ്രോക്കർ വിചാരിച്ച റൂം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ അയാൾക്ക് എന്തൊക്കെ അറിയണ്ടേ? നമ്മൾ നാട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്നാണോ? എന്തൊക്കെ അറിയണം? എടി നീ അത് വീട്, ഇത് അയാളുടെ കുറ്റാണോ? അയാൾ നമുക്ക് എത്ര വീട് കാണിച്ചത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് കൂട്ടണം, എന്നാ നല്ല വീട് കിട്ടും. ഇതിപ്പോ അയാൾ പറയുന്ന മാത്രമാണല്ലോ നീ കേൾക്കുന്നത്. ഇത് കേട്ടാതൊന്നും അയാളാ നിന്റെ ഭാര്യ. എടി നീ ഇതിനെ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ബഡ്ജറ്റ് കൂട്ടി നോക്കിയാ അപ്പൊ ഒരു നല്ല വീട് കിട്ടിയാലോ? ശരി, ബഡ്ജറ്റ് കൂട്ടാം. പൈസക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം നേരത്തെ പ്ലാൻ ആക്കിയ ബഡ്ജറ്റ് തന്നെയല്ലേ? നമ്മുടെ കല്യാണത്തിന് ബഡ്ജറ്റ് ഇട്ടപ്പോഴും ഇങ്ങനല്ലേ ഉണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞത് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയോ. കല്യാണം കഴിച്ച പൈസ ഇപ്പൊ ഒരു ഫ്ലാറ്റ് കിട്ടിയ. ഇത് വാങ്ങിയല്ലോ. ക്ലാസിക് മാനല്ലേ? അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എല്ലാരും ഹാപ്പി ആയില്ലേ? അവരൊക്കെ ഹാപ്പി ആയി. നമ്മളോ? നിനക്ക് നിന്റെ കൂട്ടുകാരന്റെ കൂടെ കിടന്ന് സുഖിച്ചെന്ന് തോന്നുന്നല്ലോ. കൂട്ടുകാരന്റെ കൂടെ കിടന്ന് സൂചിച്ചിട്ടൊന്നുമില്ല. അവൻ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കില്ലേ. എന്നാലും ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. എങ്കിൽ പിന്നെ അവിടെ തന്നെ കിടന്നോ. എന്റെ കൂടെ താമസിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അതിന് നമുക്കൊരു വീട് കിട്ടണ്ടേ? നിന്റെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ നീ കൊടുത്തോ, ഞാൻ തരൂല. എന്റെ കയ്യില് പൈസ ഇന്നത്തെ വണ്ടിയുടെ റെന്റ് കൊടുക്കാനുള്ള കാശ് പോലെ ഓടി കിട്ടിയിട്ടില്ല. ഇനി അതും ഞാൻ തരണോ? എടേ പൈസ ഒന്നും തരണ്ടോ? നമുക്കേ സ്വർണം പണയം വെച്ചാലോ? എന്തോ? അല്ലടേ, കുറച്ച് സ്വർണ്ണം എടുത്ത് നമുക്ക് പണയം വെച്ചിട്ടേ ആ വീടിന്റെ സെക്യൂരിറ്റിയും കൊടുക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് വീടൊക്കെ കിട്ടും. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് കടമൊന്നും വാങ്ങിക്കൂട്ടണ്ട. കടം വാങ്ങുന്നില്ലല്ലോ. നമ്മളെ സ്വർണം കുറച്ചും കൂടെ സേഫ് ആയ ഒരു സ്ഥലത്തല്ലേ നമ്മൾ വെക്കണേ. അതിന്റെ മുതലും പലിശ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കാൻ പറ്റും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ എല്ലാം നല്ലതല്ല സംഭവിച്ചുള്ളൂ. ഞാൻ പറയണ നീ ഒന്ന് കേൾക്കാം. നമുക്ക് കുറച്ചൊന്ന് ബഡ്ജറ്റ് കൂട്ടാം. ആ വീശിന്റെ കൂടെ കിടന്ന് എനിക്ക് മടുത്തടി. ഹോസ്റ്റൽ എനിക്കും മടുത്തു.